നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് 2ാം വർഷം പഠിതാക്കളെയെല്ലാം ഞാൻ ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ലീല എന്ന കവിതയാണ്. കവിതയുടെ ആശയമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്. മലയാള കവിതാ പ്രസ്ഥാനത്തിൽ 2 കവിത്രയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പ്രാചീന കവിത്രയം, 2 ആധുനിക കവിത്രയം. ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കുമാരനാശാൻ. ത്രയം എന്നാൽ 3, കവിത്രയം 3 കവികൾ. അങ്ങനെയാണെങ്കിൽ മറ്റു 2 കവികൾ ആരെല്ലാമായിരിക്കും? വള്ളത്തോളും ഉള്ളൂരും. കുമാരനാശാന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം മഹാകാവ്യങ്ങൾ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തെ മഹാകവി എന്ന് വിളിക്കുന്നു. എന്താണ് അതിന് കാരണം? വള്ളത്തോളാണെങ്കിൽ ചിത്രയോഗം മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. ഉള്ളൂരാണെങ്കിൽ ഉമാകേരളം മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. ഇവിടെ കുമാരനാശാൻ മഹാകാവ്യത്തിന് തുല്യമായ അനേകം ഖണ്ഡകാവ്യങ്ങൾ എഴുതുകയുണ്ടായി. എന്താണ് ഖണ്ഡകാവ്യം? ഏതെങ്കിലും ഒരു കഥാതന്തു, കഥ, ആശയം, അതിനെ അവലംബിച്ചുകൊണ്ട് മനോഹരമായി എഴുതുന്ന ലഘുകാവ്യമാണ് ഖണ്ഡകാവ്യങ്ങൾ. കുമാരനാശാന്റെ ഖണ്ഡകാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വീണപ്പൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, കരുണ, ശ്രീബുദ്ധചരിതം, അങ്ങനെ പോകുന്നു. കവിതാ സമാഹാരങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ മലയാള കവിതാ സാഹിത്യ പ്രസ്ഥാനത്തിന് നിസ്തുല്യമായ അനേകം സംഭാവനകൾ നൽകി നമ്മുടെ കവിതാ സരണിയെ പരിപോഷിപ്പിച്ച ആ വലിയ മനുഷ്യൻ കുമാരനാശാൻ, അദ്ദേഹത്തിന്റെ അതിമനോഹരമായ കവിതയായ ഖണ്ഡകാവ്യമായ ലീലയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം. പ്രണയപരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ, ഗുണവതി നെടുമോഹനിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി. സരളമധുരമീ വിധം വജസ്സൊരു വിധിവാട്ടിയ കർണവീഥിയിൽ വിരവിനൊടു പതിച്ചു പിച്ചിമേൽ വിരളനവാംബുദ ബിന്ദുവെന്ന പോൽ. ഉദയപുരമതിന്നു ബാന്ധമായി വിദിതമഹീതരസാനുഭൂമിയിൽ സദന സുമവനത്തിലൊന്നിലുന്മദമരുളും മധുമാസരാത്രിയിൽ വിലസി നറുനിലാവെഴും ലതാവലയമിയെന്ന നിലത്തൊരോമലാൾ വിലയ വിവശമേനി വീണ പൂങ്കുലയതുപോലെ കിടന്നിതേകയായി. ക്ഷിതിയിലഹ മർത്യജീവിതം പ്രതിജന ഭിന്ന വിചിത്രമാർഗമാം പ്രതിനവരസമാമതോർക്കുകിൽ കൃതികൾ മനുഷ്യ കഥാനുഗായികൾ. മരുവിയവിടെ മുമ്പ് ദൂരമാം മരുവിലകന്ന മഹാബണങ്ങളിൽ പെരുവഴി തുണ ചേർന്നു പോകുവോരൊരു വകയാളുകൾ വൈശ്യവൃത്തികൾ. അവരുടെ കുലനാഥനുണ്ടൊരാളവനിയിൽ വിശ്രുതനർത്ഥപാലകൻ. അവനു തനയയായി ജനിച്ചുപോൽ അവികല മാനുഷ രൂപമാധുരീ. ഭവനമണിവിളക്ക് സദ്ഗുണപ്രവണതയാർന്നു വളർന്നു നന്ദിനി. അവനു മമത കൊണ്ട് തുല്യമായി അവളും അസുക്കൾ വസുക്കൾ താനുമേ. കല നിശിത കുശാഗ്രബുദ്ധിയാൾ പലതു പഠിച്ചതു ശക്തി പോലെയും
വലിയ ധനികനാം പിതാവു തൻ നിലയിൽ വിചക്ഷണലബ്ധി പോലെയും സുകുതുക അഥ മത്സരിച്ചു താൻ മികവൊടണിഞ്ഞതു ശൈശവം മുതൽ പ്രകൃതി അവളെ അംഗകാന്തിയാൽ സുകൃതി പിതാവ് വിഭൂഷണങ്ങളാൽ. കവിത ചൊല്ലിയത് കേട്ടല്ലോ. കവിത നിങ്ങൾ പല പ്രാവശ്യം ഒന്ന് ശ്രദ്ധയോടുകൂടി ചൊല്ലി നോക്കുക. വരികൾ മനസ്സിലൊന്ന് പതിയട്ടെ. കവിതയുടെ പേര് പോലെ തന്നെ ഈ കവിതയിലെ നായിക കഥാപാത്രമാണ് ലീല. ആരായിരുന്നു ലീല? അവളുടെ പ്രസക്തി എന്ത്? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. 1914 കുമാരനാശാൻ ലീല എന്ന ഖണ്ഡകാവ്യം എഴുതിയത്. അതിനു മുൻപ് അദ്ദേഹം വീണപ്പൂവ്, നളിനി എന്നീ 2 ഖണ്ഡകാവ്യങ്ങൾ എഴുതുകയുണ്ടായിട്ടുണ്ട്. 1907 എഴുതിയ വീണപ്പൂവ് അന്നത്തെ കവിതാ പ്രസ്ഥാനത്തെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. കാരണം അതുവരെ കവിതകൾ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുമുള്ള കഥകൾ അടിസ്ഥാനമാക്കിയായിരുന്നു രചിക്കപ്പെട്ടിരുന്നത്. ഏതൊരു കവിയും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. എന്നാൽ കുമാരനാശാൻ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതളുകളെല്ലാം കൊഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന ഒരു പൂവിനെ തന്റെ കവിതയുടെ കഥാതന്തുവാക്കിയെടുത്തു. ആ പൂവിന്റെ ജീവിതത്തെ നമ്മുടെ മനുഷ്യ ജീവിതവുമായി അദ്ദേഹം കോർത്തിണക്കി. ഇന്നലെ വരെ ആ പൂവ് വിടർന്നു വിലസി മനോഹരമായി അങ്ങനെ നിൽക്കുകയായിരുന്നു. ആരാലും ആകർഷിക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്നിതാ അത് താഴെ വീണ് കിടക്കുന്നു. നാളെ അത് മണ്ണിൽ അലിഞ്ഞു ചേരും. അതെ, മനുഷ്യരുടെ ജീവിതം പോലെ. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. ജനിക്കുന്നു, ശൈശവവും ബാല്യവും കൗമാരവും ഒടുവിൽ യൗവനവും വാർദ്ധക്യവും കഴിഞ്ഞ് നമ്മൾ മരണത്തിന് അടിമയാകുന്നു, മണ്ണായി മാറുന്നു. മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പുതിയ തുടക്കമിട്ട് പുതിയ കവിത വാർത്തെടുത്തു കുമാരനാശാൻ. തുടർന്ന് നളിനി എഴുതുകയുണ്ടായി. ലീല, നമുക്ക് ലീലയിലേക്ക് വരാം അല്ലേ? അതാണല്ലോ നമുക്ക് പഠിക്കേണ്ടത്. ഒരു വലിയ വ്യാപാരിയുടെ, കച്ചവടക്കാരന്റെ, അർത്ഥപാലൻ എന്നാണ് അയാളുടെ പേര്, അദ്ദേഹത്തിന്റെ മകളാണ്. അതിസുന്ദരിയാണ്. ഒരു ധനവാന്റെ മകളുമാണല്ലോ. അവൾ മദനൻ എന്ന ഒരു സാധാരണക്കാരനായ പാവപ്പെട്ടവനായ ഒരു യുവാവിനെ പ്രണയിക്കുന്നു. പക്ഷേ അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ഒരാൾ വലിയ ധനികയാണ്, ഒരാൾ വളരെ പാവപ്പെട്ടവനാണ്. മാത്രവുമല്ല, ആ കാലഘട്ടങ്ങളിൽ സ്വന്തം വിവാഹം തീരുമാനിക്കാൻ പെൺകുട്ടിക്ക് അധികാരം, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവളുടെ മാതാപിതാക്കളാണ് അത് തീരുമാനിക്കുക, നടത്തിക്കൊടുക്കുക. അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടിലായിരുന്നു ലീല. അതുകൊണ്ട് തന്നെ അവൾക്ക് തന്റെ പ്രണയം തന്റെ പിതാവിനെ അറിയിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെയിരിക്കെ കച്ചവട മാർഗെ അവളുടെ പിതാവ് അവളെ മറ്റൊരു വ്യാപാരിയുടെ മകന് വിവാഹം കഴിച്ചു കൊടുത്തു. അവൾക്ക് എതിർക്കുവാൻ സാധിച്ചില്ല. അവളുടെ മനസ്സിൽ മദനൻ മാത്രമാണുള്ളത്. എങ്കിൽ പോലും അധികനാൾ കഴിയുന്നതിന് മുമ്പ് അവളുടെ ഭർത്താവ് മരണമടയുന്നു. അവൾ ദൂരെ ഒരു സ്ഥലത്താണ്. അവിടെ നിന്നും അവൾ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തുമ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ച വിവരം അവൾ അറിയുന്നത്. അങ്ങനെ അവൾ ഏകയാകുന്നു. മദനനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മദനൻ അവളുടെ വിവാഹത്തിന് ശേഷം ചിത്തഭ്രമം ബാധിച്ച് ഒരു ഭ്രാന്തനായി മാറി എവിടേക്കോ ഓടിപ്പോയി എന്നാണ് അവൾ അറിയുന്നത്. ലീല ആകെ ദുഃഖിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നു. അവളുടെ കൂടെ അവളുടെ കളിത്തോഴിയായ മാധവി മാത്രമാണ് ഉള്ളത്. മദനനെ അന്വേഷിച്ച് പുറപ്പെടാനാണ് അവർ തീരുമാനിക്കുന്നത്. മദനൻ എവിടെയാണ്
എന്നൊന്നും അറിയില്ല. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ മദനൻ വിന്ധ്യാപർവ്വത നിരകളിൽ, ആ വനപ്രദേശങ്ങളിൽ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നുള്ള വിവരം ലഭ്യമാകുന്നു. ആ കാട്ടിനുള്ളിൽ, ആ വനമേഖലയിൽ അവർ ഇരുവരും മദനനെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. കാണുന്നില്ല. ലീല അതീവ പരവശയാകുന്നു, ദുഃഖിതയാകുന്നു. എത്ര അന്വേഷിച്ചിട്ടും മദനനെ കാണുന്നില്ല. അങ്ങനെ ദുഃഖിതയായി അവൾ അവളുടെ വീടിന്റെ ആ ഉദ്യാനത്തിൽ മോഹാലസ്യപ്പെട്ട് അങ്ങനെ കിടക്കുന്ന അവസരത്തിലാണ് നമ്മുടെ കഥ, നമ്മുടെ കവിത ആരംഭിക്കുന്നത്. നമുക്ക് നമ്മുടെ കവിതയുടെ ആദ്യത്തെ ശ്ലോകത്തിലേക്കൊന്ന് പോകാം. പ്രണയപരവശേ ശുഭം നിനക്കുണരുക, ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ. ഗുണവതി നെടുമോഹന നിദ്ര വിട്ട് ഉണരുക, ഞാൻ സഖി നിന്റെ മാധവി. ലീല അവളുടെ ഉദ്യാനത്തിൽ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണല്ലോ. അവിടേക്കിതാ മാധവി എത്തുന്നു, അവളുടെ സഖി. എന്നിട്ട് പറയുന്നു, പ്രണയപരവശേ, അല്ലയോ പ്രണയപരവശയായിട്ടുള്ളവളെ, ശുഭം. നോക്കൂ, ആദ്യം തന്നെ നല്ലൊരു മംഗള വാക്കാണ് അവിടെ കാണുന്നത്, ശുഭം. നിനക്ക് ഉണരുക, നീ മയങ്ങിയത്, മോഹാലസ്യപ്പെട്ട് കിടന്നത് മതി, നീ ഉണർന്നെഴുന്നേൽക്കുക. നിന്നോട് എനിക്ക് ഒരു നല്ല കാര്യം, ഒരു മംഗളകാര്യം പറയാനുണ്ട്. എന്താണത്? മറ്റൊന്നുമല്ല, ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ, നിന്റെ പ്രിയൻ മദനൻ ഒരു ദിക്കിൽ ഉണ്ടെന്ന് അറിവ് കിട്ടിയിരിക്കുന്നു. നീ ഉണരുക. ഗുണവതി, ഗുണങ്ങളുള്ളവളെ, നെടുമോഹ നിദ്ര വിട്ട് ഉണരുക, നിന്റെ നീണ്ട ആ ഉറക്കം വിട്ട് നീ എഴുന്നേൽക്കൂ, ഉണരൂ. ഞാൻ നിന്റെ സഖിയാണ്, സഖിയായ മാധവിയാണ്. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇവിടെ ഈ ശ്ലോകത്തിൽ കവി ഒരു നാടകീയത ആവിഷ്കരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മാധവി വന്ന് പറയുകയാണ്, എല്ലാം ശുഭമായിരിക്കുന്നു, നിന്റെ പ്രിയൻ ഒരു സ്ഥലത്തുണ്ട്, നീ നിദ്ര വിട്ടുണരുക എന്ന്. ഇവിടെ എന്താണ് കഥ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല. എന്തായാലും ലീലയുടെ ആ കാമുകൻ മദനൻ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ജീവിതം എന്താണ്, മുൻപ് സംഭവിച്ചത് എന്താണ്, ഇതൊക്കെ നമ്മൾ വായനക്കാരിൽ ജിജ്ഞാസ വളർത്തുവാനാണ് ഈ നാടകീയത കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുമല്ലോ, ലീലയ്ക്ക് എന്തു പറ്റി, അവൾ എന്തിനാണ് ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്നത്, അവളുടെ ആ പ്രണയത്തിന് അർഹനായവൻ എവിടെ, അവൻ എന്താണ് പറ്റിയത്, ഇവര് പരസ്പരം കണ്ടുമുട്ടുമോ, അവർ ഒന്നിച്ച് ജീവിക്കുമോ എന്നൊക്കെ അറിയാതെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അങ്ങനെ ഒരു നാടകീയത കവി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. കുമാരനാശാന്റെ കവിതയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തെ നമ്മൾ സ്നേഹ ഗായകൻ എന്ന് വിളിക്കും. കാരണം സ്നേഹം, പ്രണയം, അതിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. കവിതകളിലെല്ലാം സ്നേഹത്തെ അദ്ദേഹം പ്രകീർത്തിച്ചിരുന്നു. ഏതാനും വരികൾ ഞാനൊന്ന് ചൊല്ലട്ടെ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. കണ്ടോ, വരികളിലെല്ലാം സ്നേഹത്തെയാണ് അദ്ദേഹം പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥമൊന്ന് നോക്കാം. സരള മധുരമീ വിധം വജസ്സൊരു വിധി വാട്ടിയ കർണവീഥിയിൽ, വിരവിനോട് പതിച്ചു പിച്ചിമേൽ വിരള നവാംബുദ ബിന്ദു എന്ന പോൽ. ലീല അങ്ങനെ ആ ഉദ്യാനത്തിൽ അങ്ങനെ മോഹാലസ്യപ്പെട്ട് അവശതയായി കിടക്കുകയാണല്ലോ. ആ അവസരത്തിലാണ് നമ്മുടെ മാധവി വന്നിട്ട് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞത്. അത് കേട്ടിട്ട് ആ വാക്കുകളെ വിശേഷിപ്പിക്കുന്നു. സരള മധുരമീ വിധം വജസ്, സരളമായ
മധുരമായ ആ വജസ് വാക്ക്, അങ്ങനെയുള്ള വാക്ക് വിധി വാട്ടിയ കർണവീഥിയിൽ. വിധി, ലീലയുടെ വിധി. അവളെല്ലാം തികഞ്ഞവളായിരുന്നു, ധനവതിയായിരുന്നു, സുന്ദരിയായിരുന്നു, ബുദ്ധിമതിയായിരുന്നു. പക്ഷെ അവളുടെ വിധി വല്ലാത്തതായിരുന്നു. അവൾ പ്രണയിച്ച, സ്നേഹിച്ച, ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച മദനൻ അവൾക്ക് നഷ്ടപ്പെട്ടു. പിതാവ് പറഞ്ഞ ആളെ വിവാഹം ചെയ്തു. അയാൾ മരണമടഞ്ഞു. അവളുടെ അച്ഛനും അമ്മയും മരണമടഞ്ഞു. ഇങ്ങനെയെല്ലാമുള്ള വിധി വാട്ടിയ, വിധിയാൽ കഷ്ടപ്പെട്ട ആ കർണവീഥിയിൽ, ആ ചെവിയിൽ വിരവിനോട് പതിച്ചു. പെട്ടെന്ന് തന്നെ പതിക്കുകയാണ്, ചെവിയിൽ വന്ന് പതിക്കുകയാണ്. ഏതു വാക്ക്? ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ എന്ന വാക്ക്. മദനിനെ അന്വേഷിച്ച് ഒരിടത്തും കാണാതെ എത്രയോ കാലങ്ങളായി വിഷമിക്കുന്നു നമ്മുടെ ലീല. അങ്ങനെയുള്ള ലീലയുടെ ആ ചെവിയിലാണ് മാധവിയുടെ ആ വാക്കുകൾ, നിന്റെ പ്രിയൻ ഒരു സ്ഥലത്തുണ്ട് എന്ന വാക്കുകൾ വന്നു പതിക്കുന്നത്. ലീലയുടെ മനസ്സിലെ സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ? കേൾക്കാൻ കൊതിച്ചു കൊണ്ടിരുന്ന വാക്ക് അതങ്ങനെ കർണവീഥിയിൽ ചെവിയിൽ വന്നു പതിച്ചു. വിരവിനോട് പെട്ടെന്ന് പതിച്ചു. ഏതുപോലെ? കവി ഇവിടെ പറയുന്നു, പിച്ചിമേൽ വിരള നവാംബുദ ബിന്ദുവെന്ന പോൽ. പിച്ചിച്ചെടി വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ അതങ്ങനെ വാടി നിൽക്കുകയാണ്. ആ പിച്ചിച്ചെടി, ആ പിച്ചിച്ചെടിയിലേക്ക്, വാടി നിൽക്കുന്ന പിച്ചിച്ചെടിയിലേക്ക് മഴ പെയ്ത് വെള്ളത്തുള്ളികൾ പതിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ആ വാടി നിൽക്കുന്ന പിച്ചിച്ചെടി പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് നല്ല ഭംഗിയിൽ അങ്ങനെ വിടർന്നു നിൽക്കും, ഉന്മേഷത്തോടെ നിൽക്കും അല്ലെ? അപ്പോൾ വാടിത്തളർന്ന ആ പിച്ചിച്ചെടി ഇവിടെ ലീലയാണ്. പിച്ചിച്ചെടിയിൽ വീണ ആ മഴത്തുള്ളി, മഴവെള്ളം മാധവിയുടെ മദനനെ കണ്ടു അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ട് എന്ന മധുരമായ വാക്കാണ്. പിച്ചിമേൽ വിരള നവാംബുദ ബിന്ദുവെന്ന പോൽ. ഒരു ആദ്യമായി പെയ്യുന്ന നവാംബുദം, ആദ്യമായിട്ട് പെയ്യുന്ന മഴവെള്ളം പോലെ, പിച്ചിച്ചെടിയിൽ പതിക്കുന്ന ആദ്യമായി പെയ്യുന്ന മഴവെള്ളത്തുള്ളികളെ പോലെ ആ മധുരമായ വാക്കുകൾ ലീലയുടെ കർണത്തിൽ, ചെവിയിൽ വന്ന് പതിച്ചു. നല്ല വാക്കുകളല്ലേ ലീലയെ സംബന്ധിച്ചിടത്തോളം? അവൾ കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകൾ. അതാണ് ഇവിടെ കേട്ടത്. മദനൻ ഒരു സ്ഥലത്തുണ്ട്, നമുക്കവിടെ പോയി കാണാം. ഇനി നമ്മൾ ലീലയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടക്കാം. അവളുടെ പ്രസക്തി, അവൾ ആരായിരുന്നു എന്നൊക്കെ ഒന്ന് നോക്കാം. ഉദയപുരം അതിനുപാന്തമായി വിദിത മഹീധര സാനുഭൂമിയിൽ സദന ഉന്മദമരുളും മധുമാസ രാത്രിയിൽ. ഉദയപുരം ഉദയ്പൂർ എന്ന് പറയും. രാജസ്ഥാനിലെ രജപുത്ര ഒക്കെ വാണിരുന്ന സ്ഥലം, രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് ഉദയപുരം. ആശാന്റെ കവിതകളിലെ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സ്ഥലങ്ങൾ മിക്കവാറും കേരളമായിരിക്കില്ല, നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളായിരിക്കും. മിക്കവാറും കവിതകളിലെല്ലാം തന്നെ അങ്ങനെയായിരിക്കും. ഇവിടെ ലീലയുടെ വീടും കേരളത്തിലല്ല, രാജസ്ഥാനിലാണ്, ഉദയ്പൂരിലാണ്. അവിടെ ഉദയപുരം അതിനുപാന്തമായി, ഉദയപുരം എന്ന ആ നഗരത്തിന് ഉപാന്തം സമീപം, അരികത്ത്, അതിന്റെ അരികത്തായിട്ട് വിദിത മഹീധര സാനുഭൂമിയിൽ, വിദിതം പ്രസിദ്ധമായ, മഹീധരം പർവ്വതം, അപ്പൊ വളരെ പ്രസിദ്ധമായ മഹീധര സാനുഭൂമിയിൽ, പർവ്വതത്തിന്റെ സാനു, താഴ്വര, ആ താഴ്വരയിലാണ് നമ്മുടെ ലീലയുടെ വീട്. ഏതാണ് ആ പർവ്വതം എന്ന് പറയാൻ പറ്റുമോ? ആരവല്ലി പർവ്വതനിരകൾ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആരവല്ലി പർവ്വതം, അതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദയ്പൂരിനടുത്തുള്ള ആ വളരെ പ്രസിദ്ധമായ ആരവല്ലി പർവ്വതത്തിന്റെ താഴ്വരയിൽ, അവിടെ സദനം, വീട്, ലീലയുടെ വീട്, സദന സുമവനത്തില് ഒന്നിൽ ഉന്മദമരുളും മധുമാസ രാത്രിയിൽ, അവൾ അവിടെയാണ്.
അവളുടെ വീട്ടിൽ, ആ വീടിന്റെ മുൻപിലുള്ള ഉദ്യാനത്തിൽ ആ രാത്രി സമയത്ത് അവൾ അങ്ങനെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവൾ എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അവൾ എങ്ങനെയാണ് ആ ഉദ്യാനത്തിൽ ഇരിക്കുന്നത് എന്നൊന്ന് നോക്കാം. വിലസി നറുനിലാവെഴും ലതാ വലയമിയെന്ന നിലത്തൊരോമലാൾ, വിലയ വിവശമേനി വീണ പൂങ്കുലയതുപോലെ കിടന്നിതേകയായി. എത്ര കഷ്ടം അല്ലേ? എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എന്താണ് ഇപ്പോൾ ലീലയുടെ അവസ്ഥ? അവൾ അവളുടെ വീട്ടിൽ ആ നറുനിലാവിൽ, രാത്രിയാണ്, നിലാവുണ്ട്, ആ നറുനിലാവിൽ ലതാ വലയമി എന്ന നിലത്തൊരോമലാൾ, വള്ളിക്കുടിലാണ്, ഉദ്യാനത്തിലെ വള്ളിക്കുടിലിൽ അവൾ നിലത്ത് കിടക്കുകയാണ്. നിലത്ത് ദുഃഖിതയായിട്ട് നിലത്തൊരോമലാൾ, വിലയ വിവശമേനി, വളരെയധികം വിവശമായിട്ട് ക്ഷീണിച്ച് ദുഃഖിതയായി അവൾ അങ്ങനെ നിലത്ത് കിടക്കുകയാണ് ആ വള്ളിക്കുടിലിൽ. അങ്ങനെ കിടക്കുന്ന അവൾ ഏതുപോലെയാണ്? വീണ പൂങ്കുല അതുപോലെ. ഒരു പൂങ്കുല നിലത്ത് വീണ് കിടന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് അവൾ ആ വള്ളിക്കുടിലിൽ നിലത്ത് കിടന്നിതേകയായി, ഏകയായി കിടക്കുന്നത്. ദുഃഖത്തിന്റെ കാരണം നമുക്കറിയാമല്ലേ? കാലങ്ങളായി അവൾ മദനനെ അന്വേഷിച്ചിട്ട് ഒരു വിവരവുമില്ല, അവനെ കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. ആ ഒരു ദുഃഖത്താലാണ് അവൾ ആ ഉദ്യാനത്തിലെ വള്ളിക്കുടിലിൽ നിലത്തങ്ങനെ ഒരു പൂങ്കുല വീണ് കിടക്കുന്നത് പോലെ വിവശയായിട്ട് കിടക്കുന്നത്. അവളുടെ ചിത്രം ഒന്ന് നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. കവി ഇവിടെ ഒരു വാഗ്മയ ചിത്രം, വാക്കുകൾ കൊണ്ടുള്ള ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ആ ലീലയുടെ കിടപ്പ് ഒരു ചിത്രത്തിൽ എന്നതുപോലെ കാണാൻ സാധിക്കും. കണ്ണുനടച്ചിട്ട് ആ വരികളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മനസ്സിലും ആ വാഗ്മയ ചിത്രം കടന്നു വരും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, വരുന്നുണ്ടോ ചിത്രം? നിങ്ങളുടെ മനസ്സിൽ പതിയുന്നുണ്ടോ എന്ന്. ലീലയുടെ ആ കഷ്ടത നിറഞ്ഞ, വിഷമം നിറഞ്ഞ ആ ഒരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ അങ്ങനെ കടന്നു പോവുകയാണ്. അവളുടെ അവസ്ഥയോർത്തിട്ട് നമുക്ക് തന്നെ അതീവ ദുഃഖം തോന്നുന്നുണ്ട്. കവി പറയുന്നു, ശിഥിലഹ മർത്യജീവിതം പ്രതിജന ഭിന്ന വിചിത്രമാർഗമാം പ്രതിനവരസമാമതോർക്കുകിൽ കൃതികൾ മനുഷ്യകഥാനുഗായികൾ. കവി ലീലയുടെ കഥയുമായി ബന്ധമല്ലാത്ത ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യ ജീവിതവുമായിട്ട് വളരെ ബന്ധമുള്ളതും വളരെയധികം അർത്ഥങ്ങൾ നിറഞ്ഞ 4 വരികൾ. ഇതാ കവി പറയുന്നു, ശിഥിലഹ, ശിഥി ഭൂമി, ഭൂമിയിൽ മർത്യജീവിതം, മനുഷ്യജീവിതം പ്രതിജന ഭിന്ന വിചിത്രമാർഗമാണ്. ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്, വിഭിന്നമാണ്. ശരിയല്ലേ? എത്രയോ മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നു, നമ്മൾ ഉൾപ്പെടെ. എല്ലാവരുടെയും ജീവിതം ഒന്നുപോലെയാണോ? ഒരേ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? അല്ല. ഒരാളുടെ പോലും ജീവിതത്തിന് മറ്റൊരാളുടെ ജീവിതവുമായിട്ട് സാമ്യമില്ല. അത് വിചിത്രമാണ്, അത് വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. ഒരു പൊതു തത്വം കവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം വിഭിന്നമാണ് എന്ന അർത്ഥം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യത്യസ്തമായ കഥകൾ മനുഷ്യർക്കുള്ളത് കൊണ്ട് തന്നെ കവി പറയുന്നു, കൃതികൾ മനുഷ്യ കഥാനുഗായികൾ. മനുഷ്യരുടെ ആ ജീവിതമാകുന്ന കഥകൾ കവിതയ്ക്കും കഥയ്ക്കും എടുക്കുമ്പോൾ അത് വ്യത്യസ്തത കൈവരിക്കുന്നു എന്ന്. ഓരോ കഥയും ഓരോ തരത്തിലുള്ളതായിരിക്കും. ഒരു കവിതയ്ക്ക് ഒരു കഥ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യ കഥ എടുക്കുമ്പോൾ അവ വ്യത്യസ്തമായിരിക്കും. കവികൾ അതിനനുസരിച്ച്, കഥാകൃത്തുക്കൾ അതിനനുസരിച്ച് അവരുടെ രചനകൾ നടത്തുന്നു.
ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ലീലയിലേക്ക് വരാം. കവി ഒരു പൊതു തത്വം നമ്മളെ അറിയിച്ചു എന്ന് മാത്രം. ലീല എവിടെയാണ്? അവളുടെ വീടിന്റെ ഉദ്യാനത്തിലുള്ള വള്ളിക്കുടിലിൽ ഒരു പൂങ്കുല വീണ് കിടക്കുന്നത് പോലെ ദുഃഖിതയായി അങ്ങനെ വീണ് കിടക്കുകയാണല്ലേ. അവിടേക്ക് വന്നാണ് നമ്മുടെ മാധവി പ്രണയ പരവശീ ശുഭം ഉണരുക, ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ എന്ന് പറയുന്നത്. ആ വാക്കുകൾ അവൾ കേട്ടു. ദാ കവി വീണ്ടും ലീലയുടെ ജീവിതത്തിന്റെ മുൻകാര്യങ്ങൾ പറയുകയാണ്. മരുവി അവിടെ മുമ്പ് ദൂരമാം മരുവിലകന്ന മഹാപണങ്ങളിൽ പെരുവഴി തുണ ചേർന്നു പോകുവോരൊരു വകയാളുകൾ വൈശ്യവൃത്തികൾ. ഉദയ്പൂരാണല്ലോ, രാജസ്ഥാനിലാണെന്ന് പറഞ്ഞു. അവിടെ രാജസ്ഥാനിന് ഒരു പ്രത്യേകതയുണ്ട്. മരുഭൂമി, നമ്മുടെ ഥാർ മരുഭൂമി രാജസ്ഥാനിലാണ്. ഇവിടെ കവി പറയുന്നു, മരുവി, മരുവുക, ജീവിക്കുക. മരുവി അവിടെ മുമ്പ് അവിടെ ജീവിച്ചിരുന്നു. ആര്? ദൂരമാം മരുവിലകന്ന മഹാബണങ്ങളിൽ. ആ മരുഭൂമിയുടെ സമീപത്ത് ഒരുപാട് നമ്മൾ മാർക്കറ്റ്, ചന്ത എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയുള്ള വ്യാപാര സ്ഥലങ്ങളിൽ പെരുവഴി തുണ ചേർന്നു പോകുവോർ ഒരു വകയാളുകൾ വൈശ്യവൃത്തികൾ. ആ മരുഭൂമിയുടെ സമീപത്ത് ധാരാളം ആളുകൾ കച്ചവടത്തിനായിട്ട്, വൈശ്യവൃത്തി ചെയ്യാനായിട്ട് എത്തിയിരുന്നു. ജാതി വ്യവസ്ഥ അനുസരിച്ച് 4ആയിട്ടാണല്ലോ മനുഷ്യരെ തരംതിരിച്ചത്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതിൽ വൈശ്യർ ആണ് കച്ചവടം നടത്തിയിരുന്നത്, വ്യാപാരികളായിരുന്നത്. അവർ വൈശ്യവൃത്തി, വ്യാപാര ജോലി ചെയ്യുന്നതിനായിട്ട് ആളുകൾ അവിടെ എത്തുകയും കച്ചവടം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന അവരുടെ കുലനാഥനുണ്ടൊരാൾ, അവനിയിൽ വിശ്രുതൻ അർത്ഥപാലകൻ. അവനു തനയായി ജനിച്ചുപോൾ അവികല മാനുഷ രൂപമാധുരി. അങ്ങനെയുള്ള ആ കച്ചവട സംഘത്തിന്റെ കുലനാഥൻ, നേതാവ്, അങ്ങനെ ഒരാളുണ്ട്. അവനീ ഭൂമിയിലുണ്ട്. അയാൾ വിശ്രുതനാണ്, പ്രസിദ്ധനാണ്, പേര് കേട്ടവനാണ്. അയാളുടെ പേരാണ് അർത്ഥപാലകൻ. ആ വ്യാപാര സംഘത്തിന്റെ നേതാവിന്റെ പേരാണ് അർത്ഥപാലകൻ. ആ അർത്ഥപാലകന് തനയായി ജനിച്ചു. ആ അർത്ഥപാലകന്റെ മകളായിട്ട്, പുത്രിയായിട്ടാണ് ആര് ജനിച്ചത്? ലീല ജനിച്ചത്. അവളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ: ജനിച്ചുപോൾ അവികല മാനുഷ രൂപമാധുരി. പറയാൻ പോലും സാധിക്കാത്തത്ര രൂപഗുണങ്ങളോടുകൂടിയ സൗന്ദര്യം തികഞ്ഞ ഒരു പെൺകുട്ടി. അപ്പോൾ അതീവ സുന്ദരിയായിരുന്നു നമ്മുടെ കഥാപാത്രമായ ലീല എന്നർത്ഥം. സുന്ദരി മാത്രമല്ല, വ്യാപാര സംഘത്തിന്റെ തലവനായ അർത്ഥപാലന്റെ മകളാണല്ലോ. അപ്പോൾ ധനവതിയുമാണ് എന്നർത്ഥം. അവൾ ഭവനമണിവിളക്ക് സദ്ഗുണ പ്രവണതയാർന്നു വളർന്നു നന്ദിനി. അവന് മമത കൊണ്ട് തുല്യമാം അവളും അസുക്കൾ വസുക്കൾ താനുമേ. ആ പെൺകുട്ടി ലീല, ആ സുന്ദരിയായ പെൺകുട്ടി, അവൾ ഭവനത്തിന് മണിവിളക്കായിരുന്നു. ഒരു വിളക്ക് എന്ന് പറയുമ്പോൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ. ആ വീടിന്റെ വിളക്കായിരുന്നു, ഐശ്വര്യമായിരുന്നു ലീല. അവൾ സദ്ഗുണ പ്രവണതയാർന്നു വളർന്നു. സദ്ഗുണം, എല്ലാ നല്ല ഗുണങ്ങളും അവൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ വളർന്നത്. ഭവനത്തിന്റെ വിളക്കായിരുന്നു, ഐശ്വര്യമായിരുന്നു, എല്ലാ ഗുണങ്ങളും തികഞ്ഞവളായിരുന്നു. അങ്ങനെയുള്ള നന്ദിനി, ആ മകൾ, അവൻ അർത്ഥപാലകൻ, അവളുടെ പിതാവ്. ആ പിതാവിന് മമത കൊണ്ട് തുല്യമായി, മമത കൊണ്ട്, സ്നേഹം കൊണ്ട് തുല്യമായി. ഏതൊക്കെയാണ് ഇവിടെ തുല്യമായി വന്നിരിക്കുന്നതെന്ന് കവി പറയുന്നു. അവളും
അസുക്കൾ വസുക്കൾ താനുമേ. അവളും ലീല തന്റെ സുന്ദരിയായ മകൾ, അവൾ ആ അർത്ഥപാലകന്, ആ വ്യാപാരിക്ക് ജീവനായിരുന്നു. അസു ജീവൻ. തന്റെ മകൾ അദ്ദേഹത്തിന് ജീവനായിരുന്നു. അതുപോലെ അയാൾക്ക് ജീവനായിട്ടുള്ളത് എന്തായിരുന്നു? വസുക്കൾ. വസു ധനം. ധനവും അയാൾക്ക് ജീവനായിരുന്നു. ഇവിടെ അർത്ഥപാലകന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത കവി നമ്മളെ കാണിക്കുന്നുണ്ട്. മകൾ അയാൾക്ക് ജീവനായിരുന്നു, ശരി തന്നെ. പക്ഷേ പണത്തെയും അയാൾ സ്നേഹിച്ചിരുന്നു. പണം മകളെ പോലെ തന്നെ അയാൾ സ്നേഹിച്ചിരുന്ന ഒന്നായിരുന്നു. പണത്തിനോട് കൂടുതൽ ആർത്തിയുള്ള ഒരാളാണ് പിതാവെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെയുള്ള ഒരാൾ ഒരു ഗതിയുമില്ലാത്ത ദരിദ്രനായ മദനന് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമോ? ഒരിക്കലുമില്ല. ലീല ഒരുപക്ഷെ ആ ഭയം കൊണ്ട് തന്നെയായിരിക്കാം തന്റെ പ്രണയം പിതാവിനോട് പറയാതിരുന്നതും. പറയാനുള്ള സ്വാതന്ത്ര്യവും അക്കാലത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. അവളുടെ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചു. ഇത് അവൾ തന്റെ മദനനെ അന്വേഷിച്ച് അലയുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ ലീലയുടെ രൂപഗുണങ്ങളും ഗുണവിശേഷങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു. ഇനിയുമുണ്ട്. അവൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? കല. നിശിത കുശാഗ്ര ബുദ്ധിയാൾ പലതു പഠിച്ചതു ശക്തി പോലെയും വലിയ ധനികനാം പിതാവു തൻ നിലയിൽ വിചക്ഷണ ലബ്ധി പോലെയും. ലീല അവൾ കല, എല്ലാത്തരം കലകളും, സംഗീതം, നൃത്തം, സാഹിത്യം എന്നു വേണ്ട എല്ലാത്തരം കലകളും നിശിത കുശാഗ്ര ബുദ്ധിയാൾ പലതു പഠിച്ചതു ശക്തി പോലെയും. അവൾക്ക് കുശാഗ്ര ബുദ്ധിയാണ്, നല്ല ബുദ്ധിശക്തിയാണ്. അതുകൊണ്ട് തന്നെ അവൾ എല്ലാത്തരം കലകളും അഭ്യസിച്ചു. അവൾക്ക് അഭ്യസിക്കാം, കാരണം അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ബുദ്ധി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. വലിയ ധനികനാം പിതാവു തൻ നിലയിൽ വിചക്ഷണ ലബ്ധി പോലെയും. അവൾക്ക് ഇതെല്ലാം നേടാനായത്, പഠിക്കാനായത് അവളുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് മാത്രമല്ല, അവളുടെ പിതാവിന്റെ ധനം കൊണ്ടുകൂടിയാണ്. പിതാവ് അവളെ വിവിധ കലകൾ അഭ്യസിപ്പിക്കുന്നതിനായിട്ട് അത് പഠിപ്പിക്കാൻ ഉള്ള ഗുരുക്കന്മാരെ ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവൾ എല്ലാത്തരം കലകളും, നൃത്തവും പാട്ടും അതുപോലെ സാഹിത്യങ്ങളും വിവിധ കലകളും എല്ലാം അഭ്യസിച്ചു. സുന്ദരിയാണ്, എല്ലാം തികഞ്ഞവളാണ്. ഇപ്പോഴിതാ സാഹിത്യ കലാദികളിൽ നിപുണയുമാണ്. എത്ര മിടുക്കിയാണ് നമ്മുടെ ലീല, അല്ലെ? കുതുകമഥ മത്സരിച്ചു താൻ മികവോടണിഞ്ഞത് ശൈശവം മുതൽ പ്രകൃതി അവളെ അംഗകാന്തിയാൽ സുകൃതി പിതാവു വിഭൂഷണങ്ങളാൽ. അങ്ങനെ ലീല വളരുകയാണ്, എല്ലാം അവൾക്കുണ്ട്. അവൾ അങ്ങനെ വളർന്നു വരുമ്പോൾ മത്സരിക്കുകയാണ് കൗതുകത്തോടെ. സുകുതുകമഥ, കൗതുകത്തോടെ മത്സരിക്കുകയാണ്. മികവോടണിഞ്ഞത് ശൈശവം മുതൽ, അവളുടെ ആ ശിശുവായിരിക്കുമ്പോൾ ശൈശവകാലം മുതൽ മത്സരിക്കുകയാണ്. ആരാണ് മത്സരിക്കുന്നത്? എന്തിനാണ് മത്സരിക്കുന്നത്? നോക്കാം. മത്സരിക്കുന്നത് ഒന്ന് പ്രകൃതിയാണ്. പ്രകൃതി അവളെ അംഗകാന്തിയാൽ, അവളുടെ ശരീര അംഗങ്ങൾക്ക് അതീവ സൗന്ദര്യം നൽകുകയാണ് പ്രകൃതി. അവൾ വളർന്നു വരുന്തോറും സുന്ദരിയായി വരികയാണ്. പ്രകൃതി അവളുടെ അംഗകാന്തിയിൽ മത്സരിക്കുന്നു. അവളുടെ പിതാവ് മത്സരിക്കുന്നത് എന്തിനാണ്? വിവിധ തരം വിഭൂഷണങ്ങൾ അവൾക്ക് നൽകി, ആഭരണങ്ങൾ അവൾക്ക് നൽകി. ആഭരണങ്ങൾ സൗന്ദര്യ വസ്തുക്കളാണല്ലോ. ഇപ്പോൾ നമ്മളെല്ലാവരും ആഭരണങ്ങൾ ധരിക്കുന്നത് നമുക്ക് സൗന്ദര്യമൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അല്ലെങ്കിൽ ആഭരണങ്ങൾ ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ പ്രകൃതിയും അവളുടെ പിതാവും തമ്മിലാണ് മത്സരം. ലീലയ്ക്ക് ശരീരത്തിന് അംഗഭംഗി വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് പ്രകൃതി. പിതാവാകട്ടെ വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ നൽകി തന്റെ മകളെ സുന്ദരിയാക്കുകയാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനായി ഇവിടെ നൽകിയിട്ടുള്ളത്.
ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്ന ശ്ലോകം ലീലയുടെ ജീവിതത്തിലെ അവസാനത്തെ ഭാഗമാണ്. പിന്നീട് അവളുടെ ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ലീലയ്ക്ക് അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് ഞാൻ പറഞ്ഞു നിർത്താം. മാധവി വന്ന് പറഞ്ഞതനുസരിച്ച് ലീലയും മാധവിയും കൂടി ആ വിന്ധ്യാപർവ്വത വനമേഖലയിൽ നമ്മുടെ മദനനെ അന്വേഷിച്ച് നടന്നു. അവർ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ മദനനെ കാണുന്നു. അയാൾ ഒരു അസ്ഥിമാത്ര ശരീരനായിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. ലീലയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനോവിഭ്രമം ഉണ്ടായി. അങ്ങനെ നാടുവിട്ടു പോയതാണല്ലോ. അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണമൊന്നും ലഭ്യമല്ലാതെ ഇതാ മനോനിലയെല്ലാം തെറ്റി ഒരു അസ്ഥികൂടം മാതിരി അസ്ഥിമാത്ര ശരീരശേഷനായി അവർ നമ്മുടെ മദനനെ കണ്ടുമുട്ടുന്നു. ലീലയും മദനനും തമ്മിൽ പരസ്പരം നോക്കുന്നു, കാണുന്നു. മദനന്റെ സമീപത്തേക്ക് ലീല ഓടി അടുക്കുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഓടുകയാണ്. അയാൾ അതിലെ ഒഴുകുന്ന രേവാ നദി, ആ നദിയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നു. മദനന്റെ മരണം ഇത് കണ്ട ലീല അവളും അയാളെ പിന്തുടർന്ന് ആ നദിയിലേക്ക് എടുത്തു ചാടി ജീവത്യാഗം ചെയ്യുന്നു. അങ്ങനെ അവരുടെ സ്നേഹം അവിടെ മരണത്തിൽ അവസാനിക്കുകയാണ്. കവിത അവിടെ അവസാനിക്കുന്നു. കുമാരനാശാന്റെ കവിതകളിൽ മരണത്തിന്റെ ആശയം അദ്ദേഹം പല കവിതകളിലും കൊണ്ടുവരുന്നുണ്ട്. ലീലയിലും നളിനിയിലും കരുണയിലും എല്ലാം നമുക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും പര്യവസായിയായിട്ടാണ് കവിത ലീല എന്ന ഈ കവിത ഖണ്ഡകാവ്യം അവസാനിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്രയും ആണ് ഞാനിപ്പോൾ ഈ കവിതയുടെ ആശയമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതില് സ്വയം പഠന സാമഗ്രി ആയതുകൊണ്ട് അവധാരണ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുക്കാത്ത ചോദ്യങ്ങളുണ്ടല്ലോ, എന്താണ് വിലയിരുത്തൽ ചോദ്യങ്ങളും അതുപോലെ അസൈൻമെന്റ് രൂപത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ, പിന്നെ ഇതിൽ ഉൾപ്പെടാത്ത ചില ചോദ്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.